ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. അപ്പോൾ നമ്മൾ റൊട്ടേഷണൽ മോഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം. അതായത് ലീനിയർ മോഷൻ, റൊട്ടേഷണൽ മോഷൻ, നമ്മൾ അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലീനിയർ മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എസ് ആയിട്ട് നമ്മൾ കണക്കാക്കും. അതിൻ്റെ കേസിൽ റൊട്ടേഷണൽ മോഷനിൽ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ രൂപത്തിലാണല്ലോ റൊട്ടേഷൻ മോഷനിൽ പോകുന്നത്. സോ തീറ്റ എന്ന് പറഞ്ഞാൽ ഒരു പോർഷനിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ എടുക്കുന്ന റൊട്ടേഷണൽ ആംഗിൾ. ആ ആംഗിൾ ദാറ്റ് വി ആർ ഡിസ്ക്രൈബിങ് എന്തായിട്ടാണ് നമ്മൾ റേഡിയൻ ആയിട്ടാണ് നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് തീറ്റ. ഹിയർ ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് എസ് ഇസിക്കൽ ടു ആർ തീറ്റ. പിന്നെ നമ്മുടെ വി എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ലീനിയർ വെലോസിറ്റി. വെൻ ഇറ്റ് ബിക്കംസ് ഒമേഗ ഇൻ ദ കേസ് ഓഫ് റൊട്ടേഷണൽ മോഷൻ. അത് വന്നിട്ട് വി ഇസിക്കൽ ടു ആർ ഒമേഗ. എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീനിയർ ആക്സിലറേഷൻ, ഇത് റൊട്ടേഷണൽ ആക്സിലറേഷൻ അല്ലെ ആംഗുലർ ആക്സിലറേഷൻ. റൊട്ടേഷണൽ മോഷനിൽ ഇറ്റ് ബിക്കംസ് ആംഗുലർ ആക്സിലറേഷൻ. എഗെയിൻ എം എന്ന് പറഞ്ഞ ലീനിയർ മോഷൻ്റെ കേസിൽ മാസ്സാണ്. ഈ റൊട്ടേഷണൽ മോഷൻ്റെ കേസിൽ ഇറ്റ് ബിക്കംസ് ഐ, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഐ എന്ന് പറഞ്ഞാൽ mr² ആണ് നോർമൽ കേസിൽ. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫോഴ്സാണ്. അത് റൊട്ടേഷണൽ മോഷൻ്റെ കേസിൽ വരുമ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനും കൂടെ ഫോഴ്സ് ഇൻറ്റു ഏത് പോയിന്റിലാണ് നമ്മൾ ടോർക്ക് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇപ്പം ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്റ്റീവാണ്, എബൌട്ട് സെൻറ്ററാണ് നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ടോർക്ക്. ഈ ഫോഴ്സ് ഇൻറ്റു ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് വരും. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ്, ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവ് എടുക്കുമെന്ന് പറഞ്ഞു. അതാണ് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ഐ ഇൻറ്റു ആൽഫ. ഐ നമുക്കറിയാമല്ലോ, ഹിയർ ഇറ്റ് ഈസ് മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഈ മാസിൻ്റെ കേസിൽ റൊട്ടേഷണൽ മോഷനിൽ വരുമ്പോൾ എന്താണ് വരുന്നത്, ഐ. ആക്സലറേഷൻ ഇവിടെ വരുമ്പോൾ ആൽഫ. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. പിന്നെ കൈനറ്റിക് എനർജി ഇതേമാതിരി തന്നെ ½ mv². ഇവിടെ അതുപോലെ തന്നെ വരും. മൊമെൻറ്റം പി എന്ന് പറഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റി. ഹിയർ ഇറ്റ് ഈസ് മാസിൻ്റെ കേസിൽ ഐ വന്നു, വെലോസിറ്റിയുടെ കേസിൽ ആംഗുലർ വെലോസിറ്റി വന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വർക്ക് ഡൺ. നമ്മൾ മറ്റേ ലീനിയറിൻ്റെ കേസിൽ എന്തൊക്കെ പഠിച്ചോ അതൊക്കെ നമുക്ക് ഇവിടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ അത് നമുക്ക് ഈ രണ്ട് കേസിൽ നമുക്കിത് ഉൾപ്പെടുത്താം. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു പുതിയൊരു ടേമാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ല. റേഡിയസ് ഓഫ് ഗൈറേഷൻ വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് വരുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേം നിങ്ങൾ പഠിക്കുന്നത് ഇതൊന്നും ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമേല. വെരി സിമ്പിൾ. ഇറ്റ് ഈസ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ I/m അത്രയേ ഉള്ളൂ, √of I/m. അപ്പം നമുക്ക് ഈ ഐ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പല കേസിൽ പലതായിട്ട് നമുക്ക് വരുന്നുണ്ട്. അതായത് റിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് mr² എബൌട്ട് പെർപെൻഡിക്കുലർ ആക്സിസ്. പക്ഷേ നമ്മുടെ സോളിഡ് ഡിസ്കിൻ്റെ കേസാകുമ്പോൾ ഡിസ്കിൻ്റെ കേസിൽ വരുമ്പോൾ ഇറ്റ് ബിക്കംസ് mr²/2. ഏതാണ്, എബൌട്ട് ഇസഡ് ആക്സിസ് അല്ലെങ്കിൽ എബൌട്ട് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലാണെങ്കിൽ ഇറ്റ് ഈസ് mr²/2. പക്ഷേ ഡയമെട്രിക്കൽ ആക്സിസിലാണെങ്കിൽ ഐ എന്ന് പറയുന്നത് എന്താണ്, mr²/4. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു റിങ്ങിൻ്റെ കേസിലുള്ളതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നോർമൽ കേസിൽ ഇറ്റ് ഈസ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √of I/m. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് 2024 ഒരു പ്രോബ്ലമാണ്. റേഡിയസ് ഓഫ് കീം 2024. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് ആർ റൊട്ടേറ്റിംഗ് എബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ ഈസ്. അപ്പോൾ എന്താ ചോദിച്ചേക്കുന്നത്, നമ്മളോട് റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ ആണ് ചോദിച്ചേക്കുന്നത്. കെ, വാട്ട് ഈസ് കെ ഓഫ് എ സർക്കുലർ ഡിസ്ക്. ഒരു സർക്കുലർ ഡിസ്കിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. എബൌട്ട് ഇറ്റ്സ് പെർപെൻഡിക്കുലർ ആക്സിസ് അല്ല, ഡയമെട്രിക്കൽ ആക്സിസ് വെച്ചിട്ടാണ് ചോദിച്ചേക്കുന്നത്. സോ എന്താണ് നമ്മൾ ഐ എന്ന് പറയുന്നത്, ഐ ഓഫ് ഡിസ്ക് എബൌട്ട് ഡയമീറ്റർ എന്ന് പറയുന്നത് mr²/4 ആണ്. അത് നിങ്ങൾ ഓർക്കുക. ഐ ഓഫ് ഡിസ്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ mr²/2. ഡയമെട്രിക്കൽ ആക്സിസ് ആണ്. അപ്പോൾ എന്ത് ആക്സിസ് ആണ് ചോദിച്ചേക്കുന്നതെന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചേക്കണം. എബൌട്ട് ഇറ്റ്സ്, റൊട്ടേറ്റിംഗ് എബൌട്ട് ഇറ്റ്സ് ഡയമെട്രിക്കൽ ആക്സിസ്. അപ്പോൾ ഈ ഒരു ആക്സിസിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇത് തിരിച്ചും റൊട്ടേറ്റ് ചെയ്യാം. ഈ ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ, ഡയമെട്രിക്കൽ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ വാട്ട് വിൽ ബി ഇറ്റ്സ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ കെ നമ്മൾ പഠിച്ചു, കെ ഈസ് ഈക്വൽ ടു √of I/m. ഇത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. എന്നിട്ട് ഓരോന്നിൻ്റെയും എന്താണ് ഐ എന്നുള്ളത് ഓർക്കുക. സോ ഈ എമ്മിനെ ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കാം. കെ ഈസ് ഈക്വൽ ടു √of I എത്രയാണ്,
mr²/4 ഡിവൈഡഡ് ബൈ എം. അപ്പം ഈ ഒരു എം ക്യാൻസൽ ചെയ്യാം. പിന്നെ എന്ത് വരും? r²/4 റൂട്ടിന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് r/2. ഇതിനകത്തൊക്കെ നിങ്ങളുടെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് മാത്രമേ ശ്രദ്ധിക്കാതെ പിന്നെ 4 ഒക്കെ എഴുതി വെക്കും. അതുകൊണ്ട് അത് കണ്ട് എടുത്തുകൊണ്ട് പോകും. ഓക്കെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും ഇതിൻ്റെ നിങ്ങളെല്ലാത്തിൻ്റെയും പഠിച്ചോണം. ഇത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം വരുവാണെങ്കിൽ ഒട്ടും സമയം ചിലവാക്കാതെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതുള്ളൂ. r/4 ഇസ് ദ ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ k = √i/m. ഓക്കെ, ഓരോന്നിനും വ്യത്യസ്തമായിരിക്കും. ഡയമെട്രിക്കൽ ആക്സിസ് ആണോ അതോ പെർപെൻഡിക്കുലർ ആക്സിസ് ആണോ എന്ന് ശ്രദ്ധിക്കുക. എന്താണ് തന്നിരിക്കുന്നത് നോക്കുക. ഡിസ്ക് ആണ് ഇവിടെ തന്നേക്കുന്നത്. ചിലപ്പോൾ ഡിസ്ക് തരാം, റിംഗ് തരാം, സിലിണ്ടർ തരാം, സ്ഫിയർ തരാം. അപ്പം ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മുടെ വാല്യൂ മാറും. അത് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് നോക്കുക. കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അത് മനസ്സിൽ വന്നോളും. ഓക്കെ, അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലവും കീം 2024 ഒരു പ്രോബ്ലമാണ്. വെരി സിമ്പിൾ പ്രോബ്ലം. റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ ഓഫ് എ ഹോളോ സിലിണ്ടർ. കെ ആണ് ചോദിച്ചേക്കുന്നത്. ഓഫ് എ ഹോളോ സിലിണ്ടർ. ഓക്കെ, ഓഫ് എ ഹോളോ സിലിണ്ടർ. റെഡ് എടുക്കാൻ പറ്റും. ഓഫ് മാസ്. ഹോളോ സിലിണ്ടറിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ m തന്നിട്ടുണ്ട്. ആൻഡ് റേഡിയസ് r തന്നിട്ടുണ്ട്. എബൌട്ട് ഇറ്റ്സ് ലോങ് ആക്സിസ് ഓഫ് സിമെട്രി. ലോങ് ആക്സിസ് ഓഫ് സിമെട്രി ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കൊരു സിലിണ്ടർ വരച്ച് നോക്കാം. സിലിണ്ടർ വരച്ചു. ഇതിൻ്റെ ലോങ് ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്സിസ് ആണ്. ഈ ആക്സിസിലൂടെയുള്ള ഇതാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ ഇവിടുത്തെ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? ഈ ലോങ് ആക്സിസിൽ ഹോളോ ആണോ സോളിഡ് സിലിണ്ടർ ആണോ? ഇറ്റ്സ് എ ഹോളോ സിലിണ്ടർ. ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ റിങ്ങിൻ്റെ സമമായിട്ടുള്ള സാധനമായിരിക്കും. ഇതിന് പറഞ്ഞാൽ റിങ്ങിൻ്റെ ഈക്വൽ ആയിരിക്കും. സോ അവർ I is equal to mr². ദാറ്റ് ഈസ് ദി ഇക്വേഷൻ. I ഓഫ് എ ഹോളോ സിലിണ്ടർ അല്ലെങ്കിൽ റിങ്, ഇത് രണ്ടും വരുമ്പം എബൌട്ട് അല്ലെങ്കിൽ എബൌട്ട് കണക്റ്റിംഗ് ടു ദി സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ അല്ലേ ഇത് പോകുന്നത്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എബൌട്ട് ദ സിലിണ്ടർ I is equal to mr². ഇനി സിമ്പിൾ അല്ലേ? നമ്മളോട് ചോദിച്ചേക്കുന്ന k is equal to നമുക്കറിയാം. വാട്ട് ഈസ് k? k is √i/m. സോ √i എന്ന് പറഞ്ഞാൽ mr² ഡിവൈഡഡ് ബൈ m. ദാറ്റ് ഈസ് √m ക്യാൻസൽ ചെയ്തു. √r², ദാറ്റ് ഈസ് r. So r is the answer. R is the radius of gyration k of a hollow cylinder. Option C is the correct answer. Okay. Next problem 2024 B farm il vanna problem aanu. The radius of gyration of a regular solid cylinder. Solid cylinder aanu തന്നേക്കുന്നത്. അതിൻ്റെ റേഡിയസ് r എബൌട്ട് ഇറ്റ്സ് ആക്സിസ്. ഏത് ആക്സിസ് ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. ലെങ്ത് തരാത്തതുകൊണ്ട് നമുക്ക് ഈ ആക്സിസ് ആണെന്ന് തന്നെ വിചാരിക്കാം. അതായത് സെൻറ്റർ നമ്മുടെ റേഡിയസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണെന്ന് കരുതാം. ഓക്കെ, അതാണ് ചോദിച്ചേക്കുന്നത്. സോ നമ്മുടെ സിലിണ്ടർ. ഓക്കെ, അപ്പോൾ ഈ ആക്സിസ് ആണ് ചോദിച്ചേക്കുന്നത്. I എന്ന് വിചാരിക്കാം. സോ ഫോർ സോളിഡ് സിലിണ്ടർ അല്ലേ? സോളിഡ് സിലിണ്ടറിൻ്റെ കേസിൽ നമുക്ക് എന്താ വരുന്നത്? സോളിഡ് സിലിണ്ടറിൻ്റെ കേസിൽ I is equal to mr²/2. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, പഠിച്ച് വയ്ക്കുക. ഫോർ സോളിഡ് സിലിണ്ടർ I is equal to mr²/2. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ k റേഡിയസ് ഓഫ് ഗൈറേഷൻ k is equal to √i/m. നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കിക്കേ. I എത്രയാ? mr²/2 ഡിവൈഡ് ബൈ m അല്ലേ? അപ്പം എന്താവും? ഈ എമ്മും ഈ എമ്മും ക്യാൻസൽ ചെയ്ത് ബാക്കി എന്ത് വരും? r²/2. സോ k is equal to √r/√2. സോ ഇതാണ് ആൻസർ. സിമ്പിൾ സില്ലി കാൽക്കുലേഷൻ മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തരുത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. k is equal to r/√2. ഇവിടെ ഓപ്ഷൻ സി ഈസ് എ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പഠിച്ചുകൊണ്ട് പോവുക. തിരിച്ചുള്ള ആക്സിസിലായിരുന്നെങ്കിൽ നമുക്ക് L തന്നേനെ. ഇപ്പോൾ L തന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ആക്സിസ് ആണെന്ന് തന്നെ കരുതാം. റേഡിയസ് ആണ് നമുക്ക് തന്നേക്കുന്നത് r. സോ സോളിഡ് ആയതുകൊണ്ട് mr²/2. I എന്ന് പറയുന്നത് നേരത്തെ കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞത് റിങ് ആയിരുന്നു, ഹോളോ സിലിണ്ടർ ആയിരുന്നു. അതുകൊണ്ടാണ് അത് mr² വന്നത്. ഓക്കെ, ആ ഡിഫറൻസ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. സോ ദാറ്റ്സ് ഓൾ.